അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. 116-ാമത്തെ സങ്കീർത്തനം, കർത്താവെ അങ്ങയുടെ കാരുണ്യത്തിനൊത്ത് എന്നോട് ദയ തോന്നണമേ. 116-ാമത്തെ സങ്കീർത്തനം 1-2 വചനങ്ങളാണ്. അങ്ങയുടെ കൃപാതിരേക്കത്താൽ എന്നോട് കരുണ തോന്നണമേ. കർത്താവ് എന്നോട് കരുണയുണ്ടായിരിക്കണമെന്നൊന്ന് പ്രാർത്ഥിക്കുക. ദാവീദിൻ്റെ പുത്രനായ ഈശോയെ, പാപിയായ എൻ്റെ മേൽ കരുണ തോന്നണമേ. ആ കാരുണ്യത്തിന്മേൽ ആശ്രയിക്കുന്ന മനുഷ്യരൊക്കെ ജീവിതം തിരിച്ചു പിടിച്ചിട്ടുള്ളവരാ. വിശുദ്ധ ഫൗസ്റ്റീനാമ്മയോട് കർത്താവ് പറയുന്നൊരു കാര്യമുണ്ടല്ലോ, എൻ്റെ കരുണയുടെ വാതിലിലൂടെ കടന്നു പോകാത്തവൻ എൻ്റെ നീതിയുടെ വാതിലിലൂടെ കടന്നു പോകേണ്ടി വരും. ഭയപ്പെടുത്തുന്ന ഓർമ്മപ്പെടുത്തലാണ്. അവൻ്റെ നീതിയുടെ വാതിലിലൂടെ കടന്നു പോയാൽ എങ്ങനെയാണ് നമുക്ക് രക്ഷപ്പെടാൻ പറ്റണേ? ഒരു രക്ഷയുണ്ടാവില്ല. സ്വർഗത്തിലേക്ക് എത്തിച്ചേരണമെങ്കിൽ, നിത്യജീവൻ കരസ്ഥമാക്കണമെങ്കിൽ, അനുഗ്രഹങ്ങൾ പ്രാപിക്കണമെങ്കിൽ ആ കർത്താവിൻ്റെ കരുണയുടെ വാതിലിലൂടെ തന്നെ കടന്നു പോകണം. കർത്താവെ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത് എന്നോട് ദയ തോന്നണമേ. ഈ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടിയിരിക്കും. കരുണയുടെ ജപമാലയ്ക്ക് ചൊല്ലി പ്രാർത്ഥിക്കാൻ, നിരന്തരം ചൊല്ലി പ്രാർത്ഥിക്കാൻ, യേശുനാമ ജപമൊക്കെ ഇങ്ങനെ നിരന്തരം ചൊല്ലാനായിട്ടൊക്കെ ഓർമ്മപ്പെടുത്തുന്നതിൻ്റെ കാരണം അതാ. കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന. എൻ്റെ പ്രാർത്ഥന കൊണ്ടല്ല ഒന്നും നടക്കുന്നത്, നിൻ്റെ കരുണയൊന്നുകൊണ്ട് മാത്രമാണ്. മനുഷ്യൻ്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല, കർത്താവിൻ്റെ കൃപയാണ് എല്ലാറ്റിലും പ്രധാനം. ആകാശത്തോളം ഉയർന്നു നിൽക്കുന്ന അവിടുത്തെ കരുണയാൽ കർത്താവെ, ഞങ്ങളുടെ മേൽ അവിടുത്തെ ദൃഷ്ടി പതിപ്പിക്കണമേ എന്നുള്ള വലിയ അപേക്ഷയോടുകൂടെ ദിവ്യ കാരുണ്യത്തിന് മുൻപിൽ അവിടുത്തെ ആശീർവാദം സ്വീകരിക്കാനായി നമുക്ക് മുട്ടിന്മേലായിരിക്കും.